കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗ് പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൊഡ്യൂൾ 1-ലെ 11ാമത്തെ പാർട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കുന്നത്. വെറൈറ്റീസ് ഓഫ് സ്റ്റോൺസ് എന്നൊരു പോർഷനാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. വെറൈറ്റീസ് ഓഫ് സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 4 വെറൈറ്റി സ്റ്റോണിനെ കുറിച്ച് ജസ്റ്റ് പഠിക്കുക എന്നുള്ളൂ. ഒരു 4 സ്റ്റോൺ നമ്മൾ എക്സാമ്പിൾ എടുക്കുന്നു, 4 ടൈപ്പ് ഓഫ് സ്റ്റോണ് അല്ലെങ്കിൽ 4 വെറൈറ്റി സ്റ്റോണുകൾ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ, അതിൻ്റെ നമ്മുടെ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ, കാര്യങ്ങൾ, അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. വളരെ ചെറിയൊരു ക്ലാസ്സാണ്. വെറൈറ്റീസ് ഓഫ് സ്റ്റോൺസിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോണിനെ കുറിച്ചാണ്. ഗ്രാനൈറ്റ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. നമ്മളതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം പഠിച്ചതാണ്. ഗ്രാനൈറ്റ് ഇഗ്നിയസ് റോക്ക് ആണെന്നും അതുപോലെ തന്നെ അൺസ്ട്രാറ്റിഫൈഡ് റോക്ക് ആണെന്നും അതുപോലെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്, ഗ്രാനൈറ്റിനെ കുറിച്ച്. പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാനൈറ്റ് ഹാർഡാണ്, അതുപോലെ തന്നെ സ്ട്രോങ് ആണ്, ഡ്യൂറബിൾ ആണ്. ഇറ്റ്സ് ഹാർഡ്, സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ. ഇറ്റ്സ് ക്രഷിംഗ് സ്ട്രെങ്ത് ഈസ് 75 to 135 Newton/mm² എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ച സമയത്ത് സ്ട്രെങ്ത് പഠിച്ചു, ക്രഷിംഗ് സ്ട്രെങ്ത് പഠിച്ചു. ക്രഷിംഗ് സ്ട്രെങ്ത് നമ്മൾ പഠിച്ചുള്ള 15 to 100 Newton/mm² ഇടയിൽ വരണം, അപ്പോഴാണ് ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ ആവുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇതിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത് വരുന്നത് 75 to 135 Newton/mm² എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ബിൽഡിംഗ് സ്റ്റോൺ ആണെന്ന് നമുക്ക് പറയാം. അടുത്ത് പറഞ്ഞാൽ ഇറ്റ്സ് കളർ ഈസ് ഗ്രേ, ഗ്രീൻ, പിങ്ക് ആൻഡ് ബ്ലാക്ക്. നമുക്ക് വ്യത്യസ്തമായ പല കളേഴ്സിലും ഇവ അവൈലബിൾ ആണ്. ഗ്രേ കളേഴ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഗ്രീൻ കളറിൽ കണ്ടിട്ടുണ്ട്, പിങ്ക് കളറിൽ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് കളറിൽ കണ്ടിട്ടുണ്ട്. ചില സമയത്തൊക്കെ വൈറ്റ് കളറിലുള്ള ഗ്രാനൈറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇറ്റ്സ് കളേഴ്സ്, ഇത് ഡിഫറെൻറ്റ് കളർ വേരിയേഷനിൽ ഈ ഒരു ഗ്രാനൈറ്റ് നമുക്ക് ലഭ്യമാണ്. ഗ്രേ, ഗ്രീൻ, പിങ്ക് ആൻഡ് ബ്ലാക്ക്. ഇറ്റ്സ് സ്പെസിഫിക് ഗ്രാവിറ്റി 2.6 to 2.7. സ്പെസിഫിക് ഗ്രാവിറ്റിയെ കുറിച്ച് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഗ്രാനൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 2.6 to 2.7 വരെയാണ് വരുന്നത്. പൊറോസിറ്റിനെ കുറിച്ചും വാട്ടർ അബ്സോർപ്ഷനെ കുറിച്ചും നമ്മൾ മുമ്പ് ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഇതിന് ഇറ്റ്സ് ലെസ് പോറസ് എന്നാണ് പറയുന്നത്. ഇത് പൊറോസിറ്റി വളരെ കുറവായിട്ടുള്ള, അതായത് 1% താഴെയാണ് ഇതിൻ്റെ പൊറോസിറ്റി വരുന്നത്. അതായത് വെള്ളം വലിച്ചെടുക്കാനുള്ള കഴിവ്, വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവ്. നമ്മൾ പറഞ്ഞു മോർ ദാൻ 5% കൂടാൻ പാടില്ല പൊറോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇതിന് പൊറോസിറ്റി ലെസ് പൊറോസിറ്റിയാണ് വരുന്നത്. ഗ്രേറ്റർ ദാൻ 1% വരുന്നുണ്ട്, പക്ഷെ വളരെ ലെസ് ആയിട്ടുള്ള ഒരു പൊറോസിറ്റിയാണ് ഇതിന് വരുന്നത്. 5% വളരെ കുറവാണ് ഇതിൻ്റെ പൊറോസിറ്റി വരുന്നത്. ഇതിൻ്റെ ടെക്സ്ചറിനെ കുറിച്ച് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്രിസ്റ്റലിൻ ടെക്സ്ചറാണ്. അതുപോലെ തന്നെ യൂണിഫോം ആയിട്ടുള്ള ടെക്സ്ചറാണ്, അതുപോലെ ഡെൻസാണ്, നല്ല ഡെൻസിറ്റി ഉള്ള ഒരു സ്റ്റോണാണ് ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത് നമ്മൾ വെറൈറ്റീസ് ഓഫ് സ്റ്റോൺസിൽ നോക്കുന്നത് ബസാൾട്ട് ആൻഡ് ട്രാപ്പാണ്. ബസാൾട്ട് ആൻഡ് ട്രാപ്പിനെ കുറിച്ച് നമ്മൾ പല സ്റ്റോൺസിൻ്റെയും പല ക്ലാസിഫിക്കേഷനിലും നമ്മൾ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് ക്രഷിംഗ് സ്ട്രെങ്ത് വേരീസ് ഫ്രം 70 to 85 Newton/mm². ഇതിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത് വരുന്നത് 70 മുതൽ 85 Newton/mm² വരെയാണ്. നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിൽ പഠിച്ചിട്ടുള്ളത് 15 to 100 എന്നുള്ളതാണ് ഒരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത് വരേണ്ടത് എന്നുള്ളതാണ്. അപ്പം ഇത് അതിൻ്റെ ആ ഒരു ലിമിറ്റിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. ഇറ്റ്സ് ക്രഷിംഗ് സ്ട്രെങ്ത് വേരീസ് ഫ്രം 70 to 85 Newton/mm². ഇറ്റ്സ് സ്പെസിഫിക് ഗ്രാവിറ്റി മോർ ദാൻ ഗ്രാനൈറ്റ്. ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഗ്രാനൈറ്റിനേക്കാളും കൂടുതലാണ്, അതായത് 2.9 to
2.96 വരെയാണ് ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത്. പോറോസിറ്റി ഈസ് ലെസ് ദാൻ 0.5%. ഇതിൻ്റെ പോറോസിറ്റി വളരെ കുറവാണ്, ലെസ് ദാൻ 0.5% ആണ്. നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിൽ പഠിച്ചത് ഇതാണ്, 5% കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ 0.5%-ലും കുറവാണ് ഇതിൻ്റെ പോറോസിറ്റി വരുന്നത്. ടെക്സ്ചർ ഈസ് കോമ്പാക്റ്റ് ആൻഡ് നോൺ ക്രിസ്റ്റലൈൻ. ഇതിൻ്റെ ടെക്സ്ചർ ക്രിസ്റ്റലൈൻ ടെക്സ്ചർ അല്ല, ഇതൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള നോൺ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണ്. അതുപോലെ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഗ്രീനിഷ് ഗ്രേ ടു ഡാർക്ക് ഗ്രേ കളറിലാണ് ഇത് വരുന്നത്. ഗ്രീനിഷ് ഗ്രേ ടു ഡാർക്ക് ഗ്രേ ഇൻ കളറാണ്. ഇതിൻ്റെ യൂസസ് എന്തൊക്കെയാണ് നോക്കാം. ബസാൾട്ട് ട്രാപ്സിൻ്റെ യൂസസ് എന്തൊക്കെയാണ് നോക്കാം. ഇറ്റ്സ് യൂസ്ഡ് ആസ് റോഡ് മെറ്റൽ, റെയിൽവേ ബല്ലാസ്റ്റ് ആൻഡ് അഗ്രിഗേറ്റ് ഇൻ കോൺക്രീറ്റ്. ഈ ഒരു മെറ്റീരിയൽ നമ്മൾ റെയിൽവേയിൽ ബല്ലാസ്റ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ കോഴ്സ് അഗ്രിഗേറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ബസാൾട്ട് അല്ലെങ്കിൽ ട്രാപ്പ് യൂസ് ചെയ്യാറുണ്ട്. യൂസ്ഡ് ഫോർ ഫ്ലാഗ് സ്റ്റോൺ, ഫോർ പേവിംഗ് സ്ട്രീറ്റ് ആൻഡ് ഫോർ കൺസ്ട്രക്ഷൻ സ്റ്റെപ്സ്. പേവിംഗ് സ്റ്റോണിലൊക്കെ നമ്മൾ പേവിംഗ് സ്റ്റോൺസ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റെപ്പ് കൺസ്ട്രക്ട് ചെയ്യാനൊക്കെ നമ്മൾ ബസാൾട്ട് അല്ലെങ്കിൽ ട്രാപ്പ് യൂസ് ചെയ്യാറുണ്ട്. യൂസ്ഡ് ഫോർ റബിൾ masonry for buildings if it is cheaply available. ഇത് നമ്മൾ റബിൾ മേസൺട്രിയിലൊക്കെ ഈ ഒരു ട്രാപ്പ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ബസാൾട്ട് നമ്മൾ ട്രാപ്പ് യൂസ് ചെയ്യാറുണ്ട്. കാരണം ഇത് ചീപ്ലി അവൈലബിൾ ആണെങ്കിൽ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ ട്രാപ്പ് എന്നുള്ളത്. ചിത്രങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇത് തന്നെയാണ് ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്റ്റോൺ. നമ്മൾ കരിങ്കല്ല് എന്നൊക്കെയാണ് സാധാരണഗതിയിൽ അതിനെ പറയാറ്. ഇനി അടുത്ത വെറൈറ്റീസ് ഓഫ് സ്റ്റോൺസിൽ പെട്ടിട്ടുള്ളതാണ് സാൻഡ് സ്റ്റോൺ. ക്രഷിംഗ് സ്ട്രെങ്ത് വേരീസ് ഫ്രം 40 to 65 Newton/mm². ഇതിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത് വരുന്നത് 40 to 65 Newton/mm²ലാണ്. ഇറ്റ്സ് കളർ വേരീസ് ഫ്രം വൈറ്റ്, ഗ്രേ, യെല്ലോ, ലൈറ്റ് ബ്രൗൺ ആൻഡ് റെഡ്. ഈ ഒരു വേരിയേഷനിലാണ് ഇതിൻ്റെ കളേഴ്സ് വരുന്നത്. വൈറ്റ് വരുന്നുണ്ട്, ഗ്രേ വരുന്നുണ്ട്, യെല്ലോ വരുന്നുണ്ട്, ലൈറ്റ് ബ്രൗൺ, റെഡൊക്കെ ഇതിൽ കളേഴ്സ് വരുന്നുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി 2.3 to 2.6. ഗ്രാനൈറ്റിനേക്കാളും കുറവാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി 2.3 to 2.4 ആണ് ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത്. ഇറ്റ്സ് പെർമിറ്റ് ഈസി ഡ്രസ്സിങ്. ഇത് ഡ്രസ്സിങ് ചെയ്യാൻ വളരെ ഈസിയാണ്. അതായത് ഇതിൻ്റെ ഷേപ്പ് വരുത്താനും ഇതിൻ്റെ സൈസ് കട്ട് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടെക്സ്ചർ വരുന്നത് വാരീസ് ഫ്രം ഫൈൻ ഗ്രെയിൻഡ് ടു കോഴ്സ് ഗ്രെയിൻഡിൽ. ഫൈൻ ഗ്രെയിൻ ടു കോഴ്സ് ഗ്രെയിനിലെ ഒരു ടെക്സ്ചറാണ് ഇതിൽ വരുന്നത്. ഫൈൻ ഗ്രെയിൻ ആയിട്ടുള്ളതും അതുപോലെ തന്നെ അതിൽ നിന്ന് ഇങ്ങനെ ഉള്ളോട്ട് പോകും തോറും, അല്ലെങ്കിൽ ചില സാൻഡ് സ്റ്റോൺ കോഴ്സ് ഗ്രെയിൻഡായിട്ടും വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. യൂസ്ഡ് ഇൻ അൺഇമ്പോർട്ടൻറ്റ് വർക്ക് ആൻഡ് ഓർണമെൻ്റൽ വർക്ക്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകളൊന്നും നമ്മളിതിൽ ചെയ്യാറില്ല, പക്ഷേ ഈ ഓർണമെൻ്റൽ വർക്കുകളിലൊക്കെ നമ്മളിത് ചെയ്യാറുണ്ട്. അതായത് ഒരു അൺഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആൻഡ് ഓർണമെൻ്റൽ വർക്ക്സ്, അധികം ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത പക്ഷേ ഓർണമെൻ്റൽ ആയിട്ടുള്ള കൊത്തുപണികളൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഡിസൈൻ വർക്കുകളൊക്കെ നമ്മൾ ഈ ഒരു സാൻഡ് സ്റ്റോൺ വെച്ച് നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇത് റഫ് ആൻഡ് കോഴ്സ് ഗ്രെയിൻഡ് സ്റ്റോൺ ആണ്, യൂസ്ഡ് ഫോർ റബിൾ മേസൺട്രി. റഫ് ആൻഡ് കോഴ്സ് ഗ്രെയിൻഡ് സ്റ്റോണ് നമ്മൾ എന്ത് ചെയ്യും, റബിൾ മേസൺട്രിയിൽ യൂസ് ചെയ്യും. കുറച്ചുകൂടി റഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോഴ്സ് ഗ്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റോൺ നമ്മൾ റബിൾ മേസൺട്രിയിൽ യൂസ് ചെയ്യും. ഓർണമെൻ്റൽ വർക്ക്സിന് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഫൈൻ ഗ്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റോണാണ്. നമ്മൾ നേരത്തെ ഇതിൻ്റെ ടെക്സ്ചർ പറഞ്ഞ സമയത്ത് പറഞ്ഞു ഇറ്റ്സ് ഗ്രെയിൻ ഫൈൻ ഗ്രെയിൻ ടു കോഴ്സ് ഗ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഫൈൻ ഗ്രെയിൻ ആയിട്ടുള്ളതൊക്കെ നമ്മൾ ഓർണമെൻ്റൽ വർക്ക്സിന് അല്ലെങ്കിൽ അൺഇമ്പോർട്ടൻറ്റ് വർക്ക്സിനാണ് യൂസ് ചെയ്യുന്നത്. കോഴ്സ് ഗ്രെയിൻ ആയിട്ടുള്ള സ്റ്റോൺസ് അല്ലെങ്കിൽ റഫ് ആയിട്ടുള്ള സ്റ്റോൺസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് റബിൾ മേസൺട്രിക്കാണ്. അടുത്ത വെറൈറ്റീസ് ഓഫ് സ്റ്റോൺസിൽ നാലാമത് നമ്മൾ പറയാൻ പോകുന്നത് ലാറ്ററൈറ്റിനെ കുറിച്ചാണ്. ലാറ്ററൈറ്റ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ചുറ്റുവട്ടത്തിലൊക്കെ ഉള്ള സാധനമാണ്. നമ്മുടെ വീടുകളിലെല്ലാം യൂസ് ചെയ്യുന്ന, നമ്മുടെ വീടുകളുടെ വർക്കിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റോണാണ് ലാറ്ററൈറ്റ്. എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഈ ലാറ്ററൈറ്റിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാൻ പറ്റുക നോക്കാം. പൊറോസിറ്റി ഈസ് മോർ ദാൻ
പൊറോസിറ്റി ഈസ് മോർ ആൻഡ് സ്പോഞ്ചി ലൈക്ക് സ്ട്രക്ചറാണ്. നമുക്കറിയാം ഇതിൽ വാട്ടർ കണ്ടൻറ്റ് വാട്ടർ വളരെയധികം വലിച്ചെടുക്കുന്നൊരു സാധനമാണ് ഈ ലാറ്ററൈറ്റ്. കാരണം അതിന് ഒരുപാട് ഹോൾസ് ഉണ്ട്. ഒരു സ്പോഞ്ചി ലൈക്ക് സ്ട്രക്ചറാണ് ലാറ്ററൈറ്റ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് പൊറോസിറ്റി വളരെ കൂടുതലാണ് ഇതിന്. അതുപോലെ തന്നെ ഈസിലി കോറേഡ് ഇൻ ടു ബ്ലോക്സ്. നമുക്ക് ഓരോ കല്ലുകളായിട്ട് ഒരു സെപ്പറേറ്റ് ബ്ലോക്ക് ആയിട്ട് അല്ലെങ്കിൽ ഓരോ കല്ലുകളായിട്ട് നമുക്കിതിനെ വളരെ പെട്ടെന്ന് കോറി ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ബെസ്റ്റ് വേരീസ് ഓഫ് ദി സ്റ്റോൺസ് ആർ റിച്ച് ഇൻ റെഡ് ഓക്സൈഡ് ഓഫ് അയൺ. ഇതിൻ്റെ ബെസ്റ്റ് വെറൈറ്റി അല്ലെങ്കിൽ ഏറ്റവും നല്ല വെറൈറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്റ്റോൺ എന്ന് പറഞ്ഞാൽ റിച്ച് ഇൻ റെഡ് ഓക്സൈഡ് ഓഫ് അയൺ. റെഡ് ഓക്സൈഡ് ഓഫ് അയണിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ള സ്റ്റോൺസ് ആണ് ഇതിൽ ഏറ്റവും നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്റ്റോൺ എന്ന് പറയുന്നത്. ഇറ്റ്സ് അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ് ലൈക്ക് റെഡിഷ് ബ്രൗൺ, യെല്ലോ ആൻഡ് ബ്ലാക്ക്. റെഡിഷ് ബ്രൗണിലാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. യെല്ലോ കളറിൽ കാണാറുണ്ട്. അധികം ഉറപ്പില്ലാത്ത കല്ല് നമ്മൾ പറയും. പിന്നെ നല്ല ഹാർഡായിട്ടുള്ള കല്ലുകളുണ്ടാവും. ബ്ലാക്ക് ആയിട്ടുള്ള കളറിൽ നമ്മൾ ലാറ്ററൈറ്റ് കാണാറുണ്ട്. ക്രഷിംഗ് സ്ട്രെങ്ത് വളരെ കുറവാണ്. നമ്മുടെ ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സിനൊക്കെ വളരെ താഴെയാണ്. ക്രഷിംഗ് സ്ട്രെങ്ത് 1.8 to 3.2 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ഒക്കെ വരുന്നുള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതാണ്. പക്ഷെ എന്നാലും നമ്മുടെ ബിൽഡിങ്ങിലൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ഫ്രെയിം വർക്കുകളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഹെവി വർക്ക്സിനൊക്കെയാണ് ഇത് ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ഈ ക്രഷിംഗ് സ്ട്രെങ്ത് ഇപ്പോൾ ബ്ലാക്കിഷ് കളറായിട്ടുള്ളത് അല്ലെങ്കിൽ റിച്ച് റെഡ് ഓക്സൈഡ് അയണൊക്കെ ഉള്ള സ്റ്റോൺസിൽ കൂടുതലായിട്ടും കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത് വളരെയധികം വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. വെറൈറ്റീസ് ഓഫ് സ്റ്റോൺസ് ചെറിയൊരു പോർഷനാണ്. ഒരു 4 ടൈപ്പ് ഓഫ് സ്റ്റോൺസിന് നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ട് 12 നമുക്ക് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. എല്ലാവർക്കും താങ്ക് യു.